ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിച്ചാണ്. നമുക്ക് സുഖം തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ ദാ പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു സ്നാക്സ്. ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുക നോക്കട്ടോ. അതിന് വേണ്ടി ഇതാ നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റും അര സ്പൂൺ പഞ്ചാരയും അതേപോലെ നേർമ ചൂട് പാലും ഇട്ടിട്ട് നല്ലോണം കലക്കി വെച്ച് കഴിഞ്ഞിട്ടത്. അപ്പോൾ ഈസ്റ്റൊക്കെ നല്ലോണം പൊങ്ങി വന്നാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ആകെ ഒരു കപ്പ് മൈദ ഉള്ളതിന് അപ്പോൾ മൈദ ഇട്ട് കൊടുത്തപ്പം അത് മൈദ തികയാതെ വന്നിട്ടോ. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് ഇട്ടത്. പിന്നെ നല്ലോണം കുഴച്ചെടുക്കണം. പിന്നെ അപ്പോൾ ഇവിടെ നല്ലോണം അങ്ങോട്ട് കുഴച്ച് എടുത്ത് വെച്ചാണ്. ഇനി നമുക്ക് ഇത് മൂടി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞൊക്കെ തന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് പൊങ്ങി ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനി ഇത് പാത്രത്തിൽ വെച്ച് തന്നെ ഒന്നും കൂടി നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. നല്ലോണം കുഴക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നല്ലോണം കുഴച്ചെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും അടിച്ച് നിൽക്കരുത്. കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ട് പിന്നെ ഇതിനെ 2 ഭാഗമാക്കി തന്നിട്ടോ. 2 ഭാഗമാക്കി എടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് പരത്തിയെടുത്തിട്ട് ഒരു കുപ്പീൻ്റെ മൂടി എടുത്തിട്ട് ഇങ്ങനെ അടയാളം വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം മുറിച്ചെടുക്കണില്ല, അതിങ്ങനെ ഓരോരോ അടയാളം വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഈ കുപ്പീൻ്റെ മൂടി എടുത്ത് കേട്ടോ. അപ്പോൾ ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് എന്ന് പറയുന്നത് നമ്മളെ സമൂസൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സമൂസൻ്റെ ബാക്കി ഫില്ലിങ് ഉണ്ടായിനി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാട്ടോ. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് അപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയിട്ട് 4 കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം വെച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ മോൾക്കും ചുറ്റോടിയിട്ടും നമുക്കിതാ സമൂസൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അതാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ സമൂസ ഉണ്ടാക്കിയപ്പം അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിന്. അപ്പം ഇതിനോട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ എല്ലാ റൗണ്ടിലും നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുക. കോഴിമുട്ടേൻ്റെ പീസും അതേപോലെ നമ്മളെ ഫില്ലിങ് കേട്ടോ. സമൂസൻ്റെ ബാക്കിയുള്ള ഫില്ലിങ്ങും നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ മോൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരു പത്തിരി ഇവിടെ പരത്തി വെച്ചിന്. ആ പത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. മോൾക്കിട്ട് ഉഷാറാക്കിയിട്ട് വെച്ചെടുക്കുക. കണ്ടോ, ഉഷാറാക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മൾ ഈ അടപ്പ് കൊണ്ട് ആ അടയാളപ്പെടുത്തിയ ഭാഗം മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഞാളെ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കയ്യിൽ ഫോണായിട്ട് ആണിത് ശരിയാവാത്ത കേട്ടോ. അല്ല ശരിക്കിട്ട് പിന്നെ എടുക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കുറേ 4 എണ്ണം വെച്ചില്ലേ, ആ 4 നമുക്ക് ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇത് കുറച്ച് ഫില്ലിങ് കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ അവിടെ അമർത്തി വെച്ചാൽ നമ്മൾ പൊരിക്കുമ്പോൾ ഒന്നും ആ ഫില്ലിങ് പോരൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ എടുക്കണ്ട. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് പിന്നെ മുറിച്ചിങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ ഏകദേശം കുറേ ഇവിടെ ആക്കി വെച്ചിട്ട് കണ്ടോ. ഇനി നമുക്ക് അത് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ 2 എണ്ണ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും ഇവിടെ റെഡിയായി കണ്ടില്ലേ. എന്താ അത് കാണാനും രസമാണ്, അതേപോലെ തിന്നാനൊക്കെ അതിലൊക്കെ രുചിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ പിന്നെ മുഴുവനായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ട് അപ്പം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.